ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഒരു നാടൻ രീതിയിലുള്ള ഒരു ചീരത്തോരനാണ്. അപ്പം പെട്ടെന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പം ഇതിനായിട്ട് ഒരു പിടി ചീരയില, ഇല വേറെ തണ്ട് വേറെ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി 3-4 കൊച്ചുള്ളി, ഒരു അരമുറിയെക്കാട്ടിലും കുറവ് തേങ്ങ. അപ്പം തണ്ടും ഇലയും സെപ്പറേറ്റ് ആക്കുന്നത്, ഇല പെട്ടെന്ന് ഒരു ആവി വരുമ്പോഴേ അങ്ങ് വേവും, പക്ഷെ തണ്ടിന് ചെറിയൊരു വേവുണ്ട്. അതുകൊണ്ട് അപ്പം ഇതിനായിട്ട് ഞാൻ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. എൻ്റെ മുളക് പൊടിക്ക് തീരെ എരിവില്ലാത്തതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ 1 സ്പൂൺ എടുത്താൽ മതി. അപ്പോൾ ഒരു 2-3 അല്ലി വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ജീരകം, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഈ അരപ്പിന് ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് ഒന്ന് ചതച്ച് മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് ഇലയും തണ്ടും കൊച്ചുള്ളി അരിഞ്ഞെടുത്തിട്ട് വരാം. ഇനി ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് കടുക് പൊട്ടിക്കേ. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം. അപ്പം കൊച്ചുള്ളി ചെറുതായിട്ടൊന്ന് മൂക്കണം. ഈ ഒരു പരുവം മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞ് സെപ്പറേറ്റ് ആക്കി വെച്ചിരിക്കുന്ന തണ്ട് ചേർത്ത് കൊടുക്കാം. തണ്ടും ചേർത്ത് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഓൾറെഡി ആദ്യമേ നമ്മൾ അരപ്പിന് ചേർത്താം. അപ്പം ഈ ചീരയിലേക്കും തണ്ടിനും വേണ്ടിയുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് അടച്ചു വെച്ച് 1-2 മിനിറ്റ് ഒന്ന് വേവിക്കാം. വെന്ത് തണ്ടൊക്കെ ഒന്ന് കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഈ സമയത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇല ചേർത്ത് കൊടുക്കുക. അപ്പം ഇലയ്ക്ക് അധികം വേവൊന്നുമില്ല, ഒരൊറ്റ ആവി വരുമ്പോൾ തന്നെ പെട്ടെന്ന് വരും. 2 മിനിറ്റ് വെച്ചാൽ മതി. ഒന്ന് മൂടി വെച്ച് വേവിക്കുക. ഇനി ഇതൊന്ന് ഇളക്കിയിട്ട് ഇത് 4 സൈഡിലോട്ടും ഒന്ന് മാറ്റുക. ഒരു ചെറിയൊരു കുഴി പോലെ. നമ്മൾ ആദ്യം ചതച്ച് വെച്ച അരപ്പില്ലേ, അത് ചേർത്ത് കൊടുക്കാം. അപ്പം ജാറ് കഴിയ വെള്ളമൊന്നും ഇതിൽ വെക്കരുത്. ഇലയിൽ ആവശ്യത്തിന് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. ഇനി ഈ ഇലയെല്ലാം ഒന്ന് മൂടി വെച്ച്, അരപ്പെല്ലാം ഒന്ന് മൂടി വെച്ച് ഒന്ന് ആവിയേറ്റിടാം 2 മിനിറ്റ്. അപ്പം ഇനി നമുക്ക് ഇളക്കി തോത്തി എടുക്കാം. അപ്പം രുചികരമായ ചീരത്തോരൻ, നാടൻ രീതിയിലുള്ള ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ബൈ.